നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്ന് നമുക്ക് കന്നിരാശിയുടെ പുതുവർഷഫലം എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം നക്ഷത്രം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം അടങ്ങുന്ന കന്നിക്കൂറുകാർക്ക് 2025 മെയ് മാസം 14-ാം തീയതി വരെയ്ക്ക് വ്യാഴം 9-ലും അതിനുശേഷം വ്യാഴം 10-ലും, 2025 മാർച്ച് 29-ാം തീയതി വരെയ്ക്ക് ശനി 6-ലും അതിനുശേഷം ശനി 7-ലേക്കും, അതായത് കണ്ടകശനി ആവുമെന്നർത്ഥം. 2025 മെയ് മാസം 18-ാം തീയതി മുതൽ രാഹു 7-ലും അതിനുശേഷം 6-ലും, കേതു 2025 മെയ് 18-ാം തീയതി വരെയ്ക്ക് ജന്മത്തിലും അതിനുശേഷം 12-ലും ആകുന്നതുകൊണ്ട് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഗുണവും ദോഷവും ഇടകലർന്നിട്ടുള്ള ഒരു വർഷമാണ്. ഈ ഒരു വർഷത്തിൽ പൊതുവായിട്ട് കുടുംബസൗഖ്യങ്ങളും പുണ്യസ്ഥലങ്ങൾ ദർശിക്കാനുള്ളതായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും പുതിയ വീട് പണിക്ക് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ പറ്റിയ സമയമാണ്. പുതിയ ഗൃഹാരംഭം, നൂതനമായിട്ടുള്ള ഗൃഹമൊക്കെ ആരംഭിക്കാനും അല്ല താമസമൊക്കെ ആക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ്. പുത്രസൗഖ്യവും നമ്മൾ ആൺകുട്ടികളെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് അതൊക്കെ പുത്രസൗഖ്യം ഉണ്ടാവുക എന്ന് പറയും. 2 കുട്ടികളും നല്ലത് തന്നെയാണ്, ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ വേണം. എന്നിരുന്നാലും ആൺകുട്ടികളെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമായിട്ട് വരുന്ന ഒരു വർഷമായിട്ട് കാണുന്നുണ്ട്. ഉദ്യോഗലബ്ധി ഉണ്ടാവും, ഉദ്യോഗത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയൊക്കെ കാണുന്നു. വാഹനലാഭം, പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണപ്രാപ്തി നല്ലവണ്ണം കാണുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച, ഉന്നതി, അഭിവൃദ്ധിയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വർഷാവസാനമൊക്കെ ആവുമ്പോഴേക്കും മാതൃജന അരിഷ്ടത, അമ്മയ്ക്ക് രോഗം വരിക, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള മറ്റാളുകൾക്ക് ദോഷങ്ങൾ, വളരെ അടുത്ത ആളുകൾക്ക് ദോഷം സംഭവിക്കുകയും വിവാഹാദി കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാവും. അതിപ്പോൾ ഏകദേശം ഒരു ആ ശനിയൊക്കെ മാറുന്ന ഒരു സമയം, ഏകദേശം ആ മാർച്ച് 2025 മാർച്ചിനൊക്കെ ശേഷം ഈ വിവാഹാദി കാര്യങ്ങളിലൊക്കെ വലിയ തടസ്സങ്ങളും ഭാഗ്യഹാനിയും ഭാഗ്യഹീനത്വവും മനോവ്യസനവും, മനസ്സിന് സന്തോഷമില്ലായ്മ തന്നെയാണ് മനോവ്യസനം, ബന്ധുജന വിരോധങ്ങളും, ബന്ധുക്കളായിട്ടൊക്കെ കലഹം ഉണ്ടാവുക. നല്ല ബന്ധത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് വെച്ചാൽ കലഹം ഉണ്ടാവുക. അംഗഭംഗാദി അവസ്ഥകൾ, വാഹനയാത്രയ്ക്ക് വളരെ ശ്രദ്ധിക്കും കേട്ടോ. പ്രത്യേകിച്ച് ശനി മാറിയതിന് മാർച്ച് 29-നൊക്കെ ശനി മാറും. അതിനുശേഷം വാഹനയാത്രകൾ വളരെ 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 ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവാദങ്ങളും തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ ദോഷമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ദോഷശാന്തിക്കായിട്ട് ശാസ്താവിനെ ഭജിക്കുക, ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം, വെറ്റിലമാല മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ശനിയാഴ്ച വ്രതം മുടങ്ങാണ്ട് സ്വീകരിക്കുക, വ്യാഴാഴ്ച വ്രതം സ്വീകരിക്കുക, വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ലഘുത്വം ഉണ്ടാവും. പിന്നെ അവനവൻ്റെ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് ദശാകാലവും അപഹാരകാലവും ഒക്കെ ഒന്ന് വിലയിരുത്തുക. അതിനുശേഷം എന്തെങ്കിലും വഴിപാടുകളൊക്കെ ഉണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് വെച്ചാൽ ഉത്തമ ദൈവജ്ഞന്മാരിൽ നിന്ന് ഉപദേശം തേടുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ പ്രയാസം കൂടാതെ ഈ കാര്യങ്ങളങ്ങോട്ട്, ഈ കാലഘട്ടം നമുക്കങ്ങോട്ട് മറികടക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കന്നിരാശിക്കാരെ സംബന്ധിച്ചിട്ട് വിശേഷമായിട്ട് പറഞ്ഞു തരാനുള്ളതായ കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയൊക്കെ കൂടിയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.